നമ്മൾ എങ്ങോട്ടാ മൽക്ക പോണത്? അതെ നമ്മൾ എലിഫന്റ് വീട്ടിൽ പോവാണ്. കാരണം അവളുടെ 7th month സെറിമണി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആ ഭാഗത്തോട്ടങ്ങ് പോയിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നാണ് എല്ലാവരും ഒന്ന് ഫ്രീ ആയത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ പോയി നോക്കല്ലേ? പോവാ മൽക്ക? നീ പോയ എന്താ പറയാ എലിഫനോട്? അവ കൊടുക്കുക. എന്തിനാ അവ കൊടുക്കുന്നത്? ഇഷ്ടായിട്ടാണോ? അപ്പൊ എന്തായാലും നമ്മൾ പോയി നോക്കാം അല്ലേ മാഹിയ? അപ്പോൾ ദേ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ലിഫൻ്റെ വീട്ടിൽ. കാരണം അവരുടെ ആനിവേഴ്സറി ആയിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ കേക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ മൽക്കൊക്കെ ഭയങ്കര പൂതി കേക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ നമ്മൾ അവിടുന്ന് കേക്കും പിന്നെ മൽക്ക് എന്തൊക്കെയോ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ നമ്മുടെ മൽക്ക വണ്ടിയിലെത്തിയതും ഐറ്റംസൊക്കെ എടുത്ത് റിപ്പയറിങ്ങും തിന്നാനും എല്ലാം അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ കൂടി ഒരുമിച്ച് തിന്നണം എന്നുള്ളൊരു മൈൻഡായിരുന്നു മൽക്കക്ക്. അതിനിടയിൽ ദേ മാഹിം ഒട്ടും മോശമല്ലാത്ത രീതിയിൽ മൽക്കനേക്കാളും ഉഷാറായിട്ട് അവിടുന്ന് മഞ്ചൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. അവൾ എന്നോട് ഡയലോഗൊക്കെ അടിച്ചിരുന്നു, എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പം ഞാൻ പറഞ്ഞു ഒരു സ്നിക്കേഴ്സ് കഴിച്ചുകൂട്ടിയിരുന്നു. പാവം കുട്ടിക്ക് ഇന്ന് മഞ്ചേ കിട്ടിയുള്ളൂ, സ്നിക്കേഴ്സ് കിട്ടിയില്ല. അതിൻ്റെ ശേഷം ഇതേ ഞങ്ങൾ സിപ്പപ്പും കാര്യങ്ങളൊക്കെ തിന്ന് നമ്മളിങ്ങനെ റോഡൊക്കെ എൻജോയ് ചെയ്ത് അങ്ങ് പോയി. പിന്നെ നമ്മൾ വിചാരിച്ചു ഇതേ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെപ്പോഴും ലിഫൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇവിടെ നിന്നായിരുന്നു ഫ്രൂട്ട്സൊക്കെ വാങ്ങുക. നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ് ഇവിടെ നമുക്ക് കിട്ടാറുള്ളത്. ആ ഗ്യാപ്പിൽ മൽക്കക്ക് എന്തൊക്കെയോ ഒരു സാധനം, എൻ്റെ പേര് എനിക്കറിയില്ല, എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ വാശി പിടിച്ച് കരഞ്ഞ് ആ സാധനം മേടിക്കുന്നോളം അവൾ കരഞ്ഞു. കാരണം ഇന്ന് ഓൾറെഡി അവൾ ആവശ്യത്തിലധികം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ വാശിൻ്റെ ഇടയിൽ നമ്മൾ എന്തോ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അതൊക്കെ മേടിച്ചു അവൾ ഹാപ്പിയായി. പിന്നെ ഈ ഒരു പാലത്തിൽ കൂടി പോകുമ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് എപ്പോഴും. അതിന് ശരിയായി നമ്മൾ ലിഫൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ദേ നമ്മളെല്ലാവരും ലിഫൻ്റെ എത്തിയതും എല്ലാവരും വിശേഷം പറഞ്ഞൊക്കെ അങ്ങനെ ഇരുന്നു. അതിൻ്റെ ശേഷം നമുക്ക് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങ് ഇരുന്നു. മൽക്ക പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ജ്യൂസ് വേണ്ടാന്നും ഒക്കെ പറഞ്ഞ് അവൾ അവളുടേതായ മൂഡൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി എത്താൻ കുറച്ച് ലേറ്റായിരുന്നു. മൽക്ക അപ്പോഴേക്കും സൂപ്പർ ആക്റ്റീവ് മോഡായിരുന്നു. കാരണം അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളുടെ കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി ഏതായാലും ലേറ്റ് ആക്കണ്ട, ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഗായ്സ് നമ്മളിപ്പോൾ എലിഫൻ്റെ വീട്ടിലാണ്. ആഫ്റ്റർ എ ലോങ് ടൈം ലിഫ വീണ്ടും നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുകയാണ്. എല്ലാ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയതാണ്. ഞാൻ ഉണ്ടാവില്ല, വ്ളോഗിൽ ഒരാൾ കുറയും. ഞാൻ അവിടെ ഉള്ളപ്പോൾ കുറയും, ഇവിടെ വന്നാലുണ്ടാവും, അവിടെ ഉള്ളപ്പോൾ കുറയും. അതെ. അപ്പോൾ ഇത് നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചു. ലിഫ സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടി മന്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഓൺ പ്രിപ്പറേഷൻ ആയിരുന്നു. പക്ഷെ 5 പൈസ ഒക്കെ ഇല്ലായിരുന്നു. പക്ഷെ വയറച്ച് കേച്ചുള്ളൂ. പക്ഷെ രസം ഉണ്ടായിരുന്നു. ഞാൻ ഓളം ശമ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ മനസ്സിലാക്കാലോ എല്ലാരും ഓരോ പ്ലേറ്റ് വയറച്ച് കഴിച്ചെന്നുള്ളൂ. അപ്പം എന്താണ് ലിഫ ഒരു കുക്കാണെന്നും കൂടി തെളിയിച്ചിരിക്കുകയാണ് നമുക്കിടയിൽ. നമ്മൾ ഇനി ഒരു കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാൻ. 2 ദിവസം മുമ്പ് ലിഫന്റെയും ബ്രദറിന്റെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ അന്ന് നമ്മള് കൊണ്ടുവരുന്ന വിചാരിച്ചപ്പോ പറ്റിയില്ല. അന്ന് പിന്നെ എത്തിപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ആനിവേഴ്സറി ഇപ്പൊ 2 ദിവസം വഴിക്കാലും എന്താണ് ആനിവേഴ്സറി അല്ലേ. അതന്നെ. പിന്നെ നമ്മൾ ഈ ആനിവേഴ്സറി ഒന്നും കാണുന്നില്ല. കേക്ക് എന്നാ പൂതിണ്ടാകുമ്പോ ഒന്ന് മേടിക്കുക, കട്ട് ചെയ്യാ, തിന്നുക, അത്ര തന്നെ. വാങ്ങി കട്ട് ചെയ്യാ. പിന്നെ ഇവരെ ആനിവേഴ്സറി ആയതുകൊണ്ട് ഓരോ പേരൊക്കെ എഴുതിയെന്നുള്ളൂ കേക്കില്. അല്ല വാഹിയ നമുക്ക് നമ്മളെ പേരൊക്കെ അല്ല നമുക്ക് നമ്മളെ പേരൊക്കെ എഴുതിയാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു കിടക്കട്ടെന്ന്. അപ്പൊ എന്തായാലും ഇനി കട്ട് ചെയ്യാം കേക്ക്.
അങ്ങനെ ദേ കേക്ക് കട്ടിങ്ങും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞു. ഒരുപാട് ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോകും വരുമ്പോഴും നമുക്കൊരു ചായ നിർബന്ധമാണ്. അങ്ങനെ ദേ നമ്മൾ നാടെത്തേണ്ടി വന്നൊരു ചായക്ക് വേണ്ടിയിട്ട്. നമ്മളെ പൂരപ്പുഴ എപ്പോഴും നമ്മൾ വരുന്ന സ്ഥലമാണ് പുഴയോരം. നല്ല അടിപൊളി ചായയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കിട്ടിയില്ല ചായയും നമുക്ക് ആവശ്യമുള്ള സ്നാക്സും ഒക്കെ മേടിച്ച് കഴിച്ചു. എപ്പോഴും മൽക്കൊക്കെ ഇവിടെ വന്നാൽ കാടമുട്ട നിർബന്ധമാണ്. അങ്ങനെ അതിൻ്റെ ശേഷം നമ്മളെല്ലാവരും ചായയും ഈവനിങ്ങൊക്കെ നല്ലൊരു വൈബ് ഇരുന്ന് നല്ല എൻജോയ് ചെയ്ത് നമ്മൾ പിന്നെ വീട്ടിൽ പോകാൻ തന്നെ വിചാരിച്ചു.